പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ റാം മോഹനെയും ഇഷയെയും തട്ടിക്കളയുന്നതിന് വേണ്ടിയുള്ള പ്ലാനുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതിനിടയിൽ ആ തന്ത്രം മുന്നിലേക്ക് പോകട്ടെ എന്ന് രാഹുൽ പറയുന്നു. പക്ഷേ ഇല്ല, ഇനി ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ ഞാനില്ല. അത്ര വലിയ ചതിയാണ് നീ ഞങ്ങളോട് കാണിച്ചത്. നീ പറയുന്നത് പോലും ഞാൻ കേൾക്കില്ല. റാം മോഹൻ ഇഷയോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഇഷയാകട്ടെ ഒന്ന് ഞെട്ടിപ്പോകുന്നു. അച്ഛാ, എൻ്റെ കൂടെ നിൽക്കണം, എന്നെ വിശ്വസിക്കണം. ഇല്ലടി, നീ കൂടെ നിന്നാണ് എന്നെ വഞ്ചിച്ചത്. ഈ വഞ്ചന അത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. നിനക്ക് മാപ്പുമില്ല. അതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്ര വലിയ ചതിയല്ലേടി നീ ഞങ്ങളോട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ നിനക്ക് മാപ്പില്ല. ഇതിനിടയിലാണ് അവിടേക്ക് അഭിഷേക് വരുന്നത്. ഓഹോ, അപ്പൊ ഇവനും ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അപ്പോ ഇവനെ ഞാൻ ഇന്ന് കൊല്ലുമടാ. അച്ഛാ നിർത്ത്, അങ്ങനെ ചെയ്യല്ലേ പപ്പ. നീ വിടടി. നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ പൊട്ടന്മാരാക്കി. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ. അഭിഷേകിനെ കുത്തിപ്പിടിച്ച് ആകെ ബഹളമുണ്ടാക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ. ഇത് കണ്ട് രാഹുൽ സന്തോഷിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ തെന്നിമാറുന്ന അഭിഷേക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ, അഭിഷേക് നീ പോ, പിന്നീട് ഞാൻ കാര്യങ്ങൾ വിളിച്ചു പറയാം. അഭിഷേക് നീ പോ എന്ന് പറയുകയാണ് ഇഷ. ഇതോടെ അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്ന അഭിഷേക് ബൈക്കുമെടുത്ത് പോവുകയാണ്. ഇതോടെ വണ്ടിയിലേക്ക് കയറുന്ന റാം മോഹൻ അഭിഷേകിനെ പിന്തുടർന്ന് ചേസ് ചെയ്യുകയാണ്. വണ്ടി കൊണ്ട് ഇടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അഭിഷേക് വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും അവസാനം റാം മോഹൻ കൊക്കയിലേക്ക് ഇടിച്ച് ഇട്ടിരിക്കുകയാണ് അഭിഷേകിനെ. അപ്രതീക്ഷിതമായ ഈ സംഭവം വണ്ടിയിലുണ്ടായിരുന്ന ഇഷയ്ക്ക് തിരിച്ചടിയാകുന്നു. തെന്നി വീഴുന്ന അഭിഷേക് ആഴങ്ങളിലേക്ക് മറിഞ്ഞ് വീണുപോയിരിക്കുകയാണ്. ഇതോടെ ഇഷ കാറിൽ നിന്ന് പുറത്തിറങ്ങി അഭിഷേകിനെ വിളിച്ച് ഓടി വരുന്നു. പക്ഷേ അഭിഷേകിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നുമില്ല. ഇതോടെ ഇഷയാകെ തകർന്നു പോയിരിക്കുകയാണ്. ആകെ ആ ബൈക്ക് മാത്രമാണ് അവിടെ തെളിവായി കിട്ടുന്നത്. ഇതോടെ റാം മോഹനോട് രാഹുൽ പറയുകയാണ്, അങ്കിൾ ഒരു വിധത്തിലും പേടിക്കേണ്ട. ഈ കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. അങ്കിൾ തിരികെ പൊക്കോളൂ. ഇതോടെ ഇഷ അവിടെ കരഞ്ഞു നിൽക്കുമ്പോൾ ഇഷയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കയറ്റുകയാണ് ഇപ്പോൾ റാം മോഹൻ. മാത്രവുമല്ല, ഇനി മിണ്ടിപ്പോകരുത്, ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോണം എന്നുള്ള ഭീഷണിയും മുഴക്കുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൾ. ഇതേ തുടർന്ന് അഭിഷേകിനെ പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല. ഇതോടെ അഭിഷേക് മരിച്ചു എന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിനിടയിൽ വീഴ്ചയിൽ പരിക്ക് പറ്റി അഭിഷേകിന് ഓർമ്മയ്ക്ക് തകരാർ സംഭവിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.